നമുക്ക് രസകരമായ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം. പ്രണയം എല്ലാവർക്കും ഉണ്ടായിരിക്കും. ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തിയോട് അഡിക്ഷൻ തോന്നാത്തവർ വിരളമായിരിക്കും. ഒരു വ്യക്തിയോട് അഡിക്ഷൻ തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഇമോഷൻസും അയാളുമായി ബന്ധപ്പെട്ടിരിക്കും. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, അയാൾ നമ്മുടെ അടുത്തുണ്ടാകുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന സന്തോഷം, അതുപോലെ തന്നെ അയാളിൽ നിന്നൊരു മെസ്സേജോ കോളോ വരുന്ന സമയത്ത് ഉണ്ടാകുന്ന എക്സൈറ്റ്മെന്റ്, ആ ഒരു വ്യക്തി അവൈലബിൾ അല്ലെങ്കിൽ ഉണ്ടാകാവുന്ന ദേഷ്യം, സങ്കടം, ഇങ്ങനെ എല്ലാ ഇമോഷൻസും ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിക്കുന്ന പ്രവണത. നമ്മളെ പോലും മറന്നുകൊണ്ട് മറ്റൊരാൾക്ക് പ്രയോറിറ്റി കൊടുക്കുന്ന രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പിലാണ് നമ്മളെങ്കിൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പിൽ നമുക്ക് കിട്ടുന്ന കെയറിങ് ആയാലും ഹാപ്പിനെസ് ആയാലും ഇതെല്ലാം നമ്മുടെ ബ്രെയിനിന്റെ റിവാർഡ് സിസ്റ്റത്തിനെ ആക്ടിവേറ്റ് ആക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് നമ്മളെ മറന്നുകൊണ്ട് അതിൽ ഇൻവോൾവ് ആവാൻ പറ്റുന്നത്. വൈ വി ലവ് എന്ന ഹെലൻ ഫിഷറിന്റെ പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അതായത് ഒരു വ്യക്തി ഒരു ഡ്രഗ് ഉപയോഗിക്കുന്ന സമയത്ത് അവരിൽ എന്തൊക്കെ തരത്തിലുള്ള കെമിക്കൽ ചേഞ്ചസ് ബ്രെയിനിൽ ഉണ്ടാകുന്നു, അതേ സെയിം കെമിക്കൽ ചേഞ്ചസ് ആണ് ഇത്തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന വ്യക്തിയിലും ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. നമുക്ക് ഇഷ്ടങ്ങളാവാം, പക്ഷെ ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ ഇത്രയും ഇൻവോൾവ് ആകുമ്പോൾ അല്ലെങ്കിൽ അഡിക്റ്റഡ് ആവുന്ന സമയത്ത് ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആകുമ്പോൾ നമുക്ക് അത് താങ്ങാനാവില്ല. അത്തരത്തിൽ പലരെയും നമ്മുടെ അനുഭവത്തിൽ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ഇമോഷൻസ് മറ്റാരുടെ കയ്യിലും കൊടുക്കാതിരിക്കുക, സ്വയം പ്രയോറിറ്റൈസ് ചെയ്യാൻ പഠിക്കുക. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ ആരെങ്കിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കത് തനിച്ച് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട് ആവശ്യമാണ് എങ്കിൽ തീർച്ചയായിട്ടും ഇടം കൗൺസിലിംഗ് സർവീസസുമായി ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു.